എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ഇവിടെ ഫ്ലൈക്ക് നമുക്കിവിടെ ഒരു അടയാളം ഇടുക. ഇതാണ് നമ്മുടെ ഫ്ലൈൻ്റെ പീസ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇവിടെ ഒരു തുണി വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം അതേപോലെ വരച്ചിട്ട് ഇത് അടിമറിച്ചെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തയ്യലിടുക. ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ ഒരു 3/4 ഇഞ്ചിലൊരു തയ്യലിടുക. അതിനുശേഷം അതേപോലെ ഒരു 1/2 ഇഞ്ച് ഇവിടെ തയ്യത്തുമ്പോൾ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി അത് ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഈ നമ്മളിവിടെ അടയാളം ഇട്ടിട്ടുണ്ട്, ഇതിലിവിടെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം. ഇത് എക്സ്ട്രാ ഉള്ളത് നമുക്ക് ബാൻഡ് അടിച്ചതിന് ശേഷം കട്ട് ചെയ്യാം. റൈറ്റ് സൈഡിലേക്കുള്ള ഇതും കൂടെ അടിക്കാം. അതേപോലെ ഈ സൈഡ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതെങ്ങനെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കുക. ഇതുപോലെ മടക്കി അടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഈ പീസ് ഇങ്ങനെ വയ്ക്കുക. അതായത് ഇവിടെ ഒരു 1/4 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് വേണം. എന്നിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കുക. അതിനുശേഷം അത് ഇങ്ങനെ വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തയ്യലിടുക. ഇനി ഈ എക്സ്ട്രാ നമ്മൾ വെച്ചത് ഇതിലേക്ക് മടക്കി കൊടുക്കുക. ഈ സമയത്ത് ഈ സിബ് ഇതിൻ്റെ നല്ല വശം ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഈ എഡ്ജിൽ കൂടെ ഒരു തയ്യലിടുക. അപ്പോൾ ഇതേപോലെ തയ്ച്ച് എടുക്കുക. ഇത് നമുക്ക് ഓവർലോക്ക് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്യാം. ഇനി ഇതിൽ പോക്കറ്റ് വയ്ക്കാം. പോക്കറ്റ് ഇവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5.5 ഇഞ്ചാണ് ഇതിൻ്റെ ഓപ്പൺ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. അതുപോലെ ഇവിടെയും മടക്കാം. അതിനുശേഷം അതേപോലെ പോക്കറ്റ് പീസ് എടുക്കുക. പോക്കറ്റ് ഇതിലേക്ക് ഒരു 11-11.25 ഇഞ്ച് വയ്ക്കുന്നുണ്ട്. വീതി വന്നിട്ട് നമുക്ക് വണ്ണത്തിൻ്റെ അതായത് അരവണ്ണത്തിൻ്റെ 4/1 1 ഇഞ്ച് കുറച്ച് വയ്ക്കുക. അരവണ്ണം 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 8 ഇഞ്ച്. അപ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ട് 7 ഇഞ്ച് വെച്ചാൽ മതി. ഈ ബോട്ടത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലൊരു പീസ് ഇങ്ങനെ ഓവർലോക്ക് ചെയ്തിട്ട് വയ്ക്കുക. ഒരു 3 ഇഞ്ച് വീതി വെച്ചാൽ മതി. നീളം ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് കയറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം. അതിനുശേഷം ഈ പീസ് ഇതിങ്ങനെ കമഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഇവിടെ ഇങ്ങനെ വയ്ക്കുക. ഇവിടെ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വ്യത്യാസം വരും. കാരണം നമ്മളിവിടെ പോക്കറ്റിൽ അല്പം ഷേപ്പ് വെട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മളിവിടെ നേരത്തെ മടക്കിയിട്ടുണ്ട്. ഈ മടക്കിന് ഇപ്പുറത്തേക്കായിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ക്കുക. ഇനി ഇതുപോലെ ഒരു പീസ് എടുക്കുക. അപ്പോൾ ഇത് കരപ്പീസ് ആയതുകൊണ്ട് ഈ ഭാഗം മടക്കേണ്ടതില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഈ 1/4 ഇഞ്ചിന് മേലെ വെച്ചിട്ട് ഒരു തയ്യലിടുക. ഇനി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിന് മേലെ ഒരു തയ്യലിടുക.
ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ പീസ് ഇതിനോട് ചേർത്ത് വെച്ച് അടിക്കുക. അതിന് ശേഷം ഈ പീസ് ഇതിങ്ങനെ തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കുക. ഇനി ഇത് അടിമറിച്ചിട്ട് മേലെ ഒരു തയ്യലിടുക. ഇനി ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കും ഒരു തയ്യലിടുക. ഇവിടെ ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് അരവണ്ണത്തിൻ്റെ 4/1, അതായത് 32ൻ്റെ 4/1 8 ഇഞ്ചാണ്. ഇവിടെ നിന്ന് ഇതുവരേക്ക് 8 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യത്തുമ്പും മാർക്ക് ചെയ്തിട്ട് ഈ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പോക്കറ്റ് തയ്ക്കുക. അപ്പോൾ ഇനി ഇതേപോലെ അടുത്ത സൈഡും തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡും പോക്കറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോക്കറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക് പോക്കറ്റ് തയ്ക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, അതുപോലെ എൻഡ് കാർഡിലും കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഓവർലോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്യാം. ഇത് ഈ സൈഡ് നമ്മൾ രണ്ടും കൂടെ ചേർത്ത് അടിച്ചതിന് ശേഷം ഓവർലോക്ക് ചെയ്താലും മതി. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫ്രണ്ടും ഒരു ബാക്കും കൂടെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ അതേപോലെ സൈഡിൽ ഒരു തയ്യലിടുക. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഒരു മേലടി അടിക്കാം. അത് ഇവിടെ നിന്ന് ഓട്ടത്തിൽ നിന്ന് അടിച്ച് വരാം. പിന്നെ വരുമ്പോൾ ഈ പോക്കറ്റിൻ്റെ ഇവിടെ വരുമ്പോൾ ഇതേപോലെ ഇവിടെ ഒരു തയ്യലിടുക, കെട്ടിടുക. അതേപോലെ ഇവിടെ 1 ഇഞ്ച് താഴേക്കും ഒരു കെട്ടിട്ടെടുക്കുക. ഇതേപോലെ ഇവിടെയും കെട്ടിടുക. ഇവിടെ നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ കെട്ടിടാം, ഇവിടെ അതിന് ശേഷം കെട്ടിട്ടെടുക്കുക. ഇനി ഇതേപോലെ മറ്റേ സൈഡും തയ്ക്കാം. അപ്പോൾ ഇതേപോലെ പോക്കറ്റ് 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഭാഗത്ത് ഇതിന് മേലെ ഒരു തയ്യലിടണം. അപ്പോൾ ഇതേപോലെ മേൽത്തയ്യലിടുക. അതുപോലെ ഈ സൈഡ് വന്നിട്ട് നമുക്ക് നേരത്തെ തയ്ച്ച് വെച്ച സിബ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലൈക്ക് നേരത്തെ ഒരു അടയാളം ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതുവരേക്കും ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഈ റണ്ണറിനോട് ചേർന്ന് വെച്ചിട്ട് തയ്ക്കുക. ഇവിടെ കുറച്ച് ഇറക്കി വയ്ക്കുക. അതായത് ഈ മാർക്കിൻ്റെ ഒപ്പം സിബ് ഇത് വെച്ചാൽ മതി, ലോക്കല്ല, ഇതുവരേക്കും വയ്ക്കുക. എന്നിട്ട് തയ്ച്ചെടുക്കുക. അതിന് ശേഷം ഈ പീസും കൂടെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇവിടെ എത്തുമ്പോൾ ഈ ലോക്ക് വരേക്കും ഇതുവരെ തയ്ക്കുക. ഒരു തയ്യലും കൂടി ഇടാം. അതിനുശേഷം ഈ ലോക്കിൻ്റെ ഒരു അല്പം താഴെ 1 സെൻറ്റിമീറ്റർ താഴെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് ഈ സിബ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഈ എഡ്ജ് കൂടെ ഒരു തയ്യലിടുക, ഇത് കൂടെ ഒരു തയ്യലിടുക. അതിനുശേഷം അതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ തയ്യത്തുമ്പ് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിന് മേലെ ഒരു തയ്യലിടുക. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഫ്ലൈ തയ്ച്ചെടുക്കാം.
ഈ സിബ് തുറന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തയ്ക്കുക. ബാൻഡ് ജോയിൻ ചെയ്യാനുള്ളത് മാർക്ക് ചെയ്യാം, ഒരു അരഞ്ച് ഇതൊപ്പം വെച്ചിട്ട്. ഇനി അടുത്തത് ബാൻഡ് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ അതേപോലെ തുണിയിൽ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 4.5 ഇഞ്ച് വീതിയാണ് വെക്കേണ്ടത്. ഇവിടെ നമ്മൾ അരഞ്ച് തയ്യത്തുമ്പ് ഇട്ടാൽ മതി. ഇനി ഈ ഭാഗത്ത് ഒരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മടക്കി അടിക്കാം. അപ്പോൾ ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലുള്ളത് ഇതേപോലെ മടക്കി അടിക്കുക. ഇവിടെ ഇതേപോലെ ഒരു അല്പം ഗ്യാപ്പ് ഇടുക. ഇതൊന്ന് തയ്ക്കേണ്ട ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഈ തയ്ച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ലൂപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു 6 ലൂപ്പ് അടിച്ചുണ്ടാക്കുക. ഇതൊരു അരഞ്ച് വീതി മതി, നീളം 3.5 ഇഞ്ച്. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് അടിച്ച് വരുമ്പോൾ തന്നെ ഇതിനുള്ളിലേക്ക് കൊടുത്തിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇവിടെ ഈ കോർണർ ഇതേപോലെ കട്ട് ചെയ്യണം. ഇനി ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് അടിമറിച്ചെടുക്കാം. ഈ ഭാഗം ഇങ്ങനെയാണ് വരിക. ഇവിടെയാണ് ഒരു ബട്ടൺസ് വരിക. ഇനി ഈ സൈഡും അതേപോലെ തയ്ക്കാം. ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ വന്നിട്ട് തയ്യത്തുമ്പ് കുറച്ച് മതി. അതുകൊണ്ടാണ് നമ്മളിവിടെ തയ്യൽ ഇതുവരേക്കും നിർത്തിയിരിക്കുന്നത്. സിബ് ഇതുവരേക്കും വരും. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചവിട്ട് വീതി മതി. ഇവിടെ എത്തുമ്പോൾ ഈ മാർക്ക് കൂടെ തന്നെ തയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇത് കൂടെ ഈ മാർക്ക് കൂടെ തന്നെ തയ്ച്ച് വരാം. ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് ഒരല്പം ഇങ്ങോട്ടൊരു പോയിൻ്റ് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് തന്നെ അടിക്കുക. അപ്പോൾ ഇത് കൂടെ തന്നെ ഒരു തയ്യലും കൂടി ഇടാം. 1-2 തയ്യൽ ഇടാം വേണമെങ്കിൽ. ഇനി വന്നിട്ട് ഈ ഭാഗത്ത് ഈ എക്സ്ട്രാ ഉള്ളത് ഇവിടെ ഒന്ന് മടക്കുക. അതിനുശേഷം ഇത് ഒന്നുകൂടെ മടക്കിയിട്ട് ഇതിങ്ങനെ വന്നിട്ട് ചേർത്ത് അടിക്കുക. അപ്പോൾ ഇതേപോലെ 2 സൈഡും ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇത് നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ മടക്കുക അതിലേക്ക്. എന്നിട്ട് ഇവിടെ ഒരു ലോങ് തയ്യലിട്ട് വയ്ക്കുക. അതേപോലെ ഒരു ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് വയ്ക്കുക. അതിന് ശേഷം ഈ ബാൻഡ് ഫിനിഷ് ചെയ്യുക. നമ്മൾ ഇവിടെ നിന്ന് തയ്ച്ച് തുടങ്ങുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ ലൂപ്പിലേക്ക് ഒരു 1/2 ഇഞ്ച് താഴേക്ക് ഇറക്കി അടിക്കുക. അപ്പം അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം. പോലെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഒരു തയ്യലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ തന്നെ ഈ ലൂപ്പിലേക്ക് ഇറക്കി തയ്ച്ചിട്ടുണ്ട്. ഈ തയ്യൽ അഴിച്ച് മാറ്റാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്നാണ് തയ്യൽ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരിക. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇത് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുക. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. ഇവിടെ നിന്ന് ഇത് രണ്ടും ഒപ്പം വയ്ക്കാം. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇനി ഇവിടെ നിന്ന് ഇതുവരേക്ക് ഒരു തയ്യലും കൂടി ഇടാം.
ഇത് അടിമറിച്ചിട്ട് ബോട്ടം അടിക്കാം. ബോട്ടം നമ്മൾ 2 ഇഞ്ചാണ് വീതി വിട്ടിരിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് ആദ്യം മടക്കുക. ഇവിടെ ഈ തയ്യത്തുമ്പ് നമ്മൾ 2 സൈഡിലേക്കുമായിട്ട് ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് 1 ഇഞ്ച് മടക്കുക, വീണ്ടും 1 ഇഞ്ച് മടക്കിയിട്ട് റൗണ്ടിൽ തയ്ച്ചെടുക്കുക. ഇവിടെ പിന്നെ മേൽ തയ്യലടിച്ചതുകൊണ്ട് ഒരു സൈഡിലേക്കാണ് ഇതിൻ്റെ പീസ് വരുള്ളൂ. അപ്പോൾ ഇതേപോലെ 2 ബോട്ടം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിവിടെ ഒരു ബട്ടൺ ഹോളും ഇവിടെ ഒരു ബട്ടണും വെക്കണം. ബട്ടൺ ഹോൾ കട്ട് ചെയ്യാം. ഇത് കൈകൊണ്ട് തന്നെ വെക്കാം. അപ്പോൾ അതാദ്യം ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്യുക. കുറച്ചുകൂടെ നീളം വരുത്താം. ഏകദേശം ഈ ബട്ടൺസിന് കണക്കാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക. ഈ കോർണറിൽ വന്നിട്ട് ഇതേപോലെ ഒരു വി ഷേപ്പിൽ അല്പം കട്ട് ചെയ്ത് മാറ്റാം. ബട്ടൺ ഇവിടെയാണ് വന്ന് നിൽക്കുക. അപ്പോൾ ഇതേപോലെ ബട്ടൺ ഹോൾ തുന്നിയെടുക്കുക. അതിനുശേഷം ഈ സിബ് വലിച്ചിട്ട് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി എടുക്കുക. എന്നിട്ട് ഇതിൽ ബട്ടൺ വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.